ഏറ്റുമാനൂരിൽ ഒരു അമ്മ 2 മക്കളെയും കൊണ്ട് ജീവൻ ഒടുക്കിയിട്ട് അധിക ദിവസം ആയിട്ടില്ല. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പോലീസ്. പ്രതി ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. കേസ് അന്വേഷണത്തെ അത് ബാധിക്കുമെന്ന് പോലീസ് പറയുന്നു. അതേസമയം തന്നെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കോട്ടയം അതിരൂപതയെ അവഹേളിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ജ്ഞാനായ സഭയും അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. ഗോകുൽ, ഇവരുടെ മരണത്തിന് പിന്നിൽ നോബിയാണ് എന്ന് തുടക്കം മുതൽ തന്നെ ഈ വാർത്തകൾ ഉണ്ട്. അയാളെ കേന്ദ്രീകരിച്ച് അയാളുടെ ഫോൺ രേഖകളൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ കോടതിയിൽ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് വരുന്നു. ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വേണം. ഒപ്പം ഈ വിഷയത്തിലെ ജ്ഞാനായ സഭയുടെ നിലപാടെന്താണ്? നിലവിൽ ഈ റിമാൻഡിലായതിനു ശേഷം നോബി ലൂക്കോസ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെയാണ് ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതി അന്തിമ വിധി പറയുന്നുണ്ടാവുക. അതിനു മുന്നോടിയായിട്ട് പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷയെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു നിലപാട് പോലീസ് തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതി ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ കേസ് അന്വേഷണത്തെ അത് സാരമായി തന്നെ ബാധിക്കും. മാത്രമല്ല, പ്രതി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോബിയെ, കൂടുതൽ തെളിവുകൾ അയാളിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ ഇനിയും കസ്റ്റഡിയിൽ ആവശ്യമുണ്ട്. ജാമ്യം നൽകരുത് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കർശനമായിട്ടും പോലീസ് ആ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നിലവിൽ ഈ ജ്ഞാനായ സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതിയും ഇതിനോടനുബന്ധമായിട്ടുള്ള വാർത്തയായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നേരത്തെ ഈ ഷൈനി 9 മാസമായിട്ട് സ്വന്തം വീട്ടിലാണ് നിന്നിരുന്നത്. വലിയ മാനസിക സംഘർഷമൊക്കെ അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് നിരവധി തവണ ജോലിക്കായിട്ട് ഷൈനി ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. ഇതിന് പിന്നിൽ ജ്ഞാനായ സഭയുടെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ചില ആരോപണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് സഭയുടെ സ്ഥാപനങ്ങളിൽ പോലും ഷൈനിക്ക് കൃത്യമായിട്ട് ജോലി മനഃപൂർവ്വമായിട്ട് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു ആരോപണം പല ഭാഗങ്ങളിൽ ഷൈനിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റു വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെയാണ് ജ്ഞാനായ സഭ ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഓൺലൈൻ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും വഴി സഭയെയും സഭയുടെ സ്ഥാപനത്തെയും അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കാണ് ജ്ഞാനായ സഭ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. ശരി ഗോകുൽ, വ്യക്തമാണ്.